ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതാ കണ്ടോ, നല്ലൊരു നാരങ്ങാച്ചാറാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. കാണുമ്പോൾ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ? കൈപ്പൊട്ടും ഇല്ലാതെ ഈ ഒരു അച്ചാർ നമുക്കിന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഇനിയിപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ? എന്തായാലും ഇറച്ചിയും മീനും ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരു അച്ചാർ വേണം, അത് നിർബന്ധം അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പകുതി പണിയൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്പില്ലാതെ നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10 നാരങ്ങയാണ് അച്ചാറിടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമയമൊക്കെ ഒന്ന് തൂത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റണം. അതിനായിട്ട് ഞാനിവിടെ അപ്പച്ചെമ്പിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ആവി കയറ്റിയെടുത്താൽ മതി, ഒരു 10 മിനിറ്റ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. ഇതൊന്നും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒരു നാരങ്ങ 4ആയിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു 6 ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അത് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി അത് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ മുളകിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിലാണ് ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ ഉലുവാപ്പൊടി, വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി പൊടികളുടെ ഒരു പച്ചമണം ഉണ്ടല്ലോ അതൊന്ന് മാറി കിട്ടിയാൽ മതി. നിങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ നാരങ്ങ അച്ചാറിന് കയ്പ്പ് ടേസ്റ്റ് കുറവായിരിക്കും, അങ്ങനെ ഉണ്ടാകത്തില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് കായപ്പൊടി 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി അല്പം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു അച്ചാറിന് നല്ലൊരു കായത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കായപ്പൊടി ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തു, വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ആദ്യം ചേർത്ത് കൊടുക്കണ്ട. അത് കഴിഞ്ഞപ്പോൾ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളും വിനാഗിരിയൊക്കെ നന്നായിട്ട് മിക്സായി എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഈ നാരങ്ങ കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് മസാല പിടിക്കണം. അതുകൊണ്ട് ഒരു മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ ആ എല്ലാ ഭാഗങ്ങളിലേക്കും ആ മസാലയൊക്കെ പിടിച്ച് കിട്ടത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ഒരുപാട് അങ്ങ് മധുരമായി പോവും. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറുകിയാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം. അതല്ല ചാറ് വേണമെങ്കിൽ കുറച്ച് ചാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരല്പം ചാറ് വേണം അതുകൊണ്ട് കേട്ടോ. നിങ്ങൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ നാരങ്ങ ഒരു ദിവസം പോലും ഇരിക്കത്തില്ല, പെട്ടെന്ന് തന്നെ പൂപ്പൊലി പിടിക്കും. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മൾ നാരങ്ങ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും അച്ചാർ തയ്യാറാക്കുമ്പോൾ ഏതൊരു അച്ചാറാണെങ്കിലും ഉപ്പ് ചേർക്കുമ്പോൾ ഒരല്പം ഉപ്പ് മുന്നിട്ടാണ് നിൽക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ വേണമെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതാണ് നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, ഒട്ടും കയ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം അടുപ്പിൽ നിന്ന്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള പാത്രങ്ങളിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പ്ലാസ്റ്റിക് ടിന്നുകളിലൊന്നും ഇട്ട് വെക്കല്ലോ കേട്ടോ. അതല്ലാതെ ഈ കുപ്പിപ്പാത്രങ്ങളുണ്ടല്ലോ അതിനകത്ത് വേണം അച്ചാറൊക്കെ തയ്യാറാക്കി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിത് നല്ലൊരു കുപ്പിപ്പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക്
ക്രിസ്മസിനും ന്യൂ ഇയറിനുമൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അച്ചാറിൻ്റെ ആ ഒരു ടെൻഷനെ ഒഴിവായി കിട്ടും. എങ്കിൽ പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മറക്കാതെ എല്ലാവരും നല്ല കമൻറ്റുകളും അറിയിക്കണം. നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്